ഒരു ജനതയെ പൂർണ്ണമായി കൊന്നൊടുക്കാനുള്ള അവസാനത്തെ കാഹളം ഇസ്രായേലിൽ നിന്ന് മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഫലസ്തീനികൾ എന്ന വംശത്തെ തന്നെ ഇല്ലാതാക്കി ഗസയെ പൂർണ്ണമായി കൈയടക്കാനുള്ള അവസാനത്തെ തീരുമാനമാണ് ഇസ്രായേൽ എടുത്തിരിക്കുന്നത്. ശേഷിക്കുന്നവരെ കൊല്ലുകയോ അല്ലാത്തവരെ ലിബിയയിലേക്കോ മറ്റോ നാടുകടത്തുകയോ ചെയ്യണമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. ഹമാസുമായി വെടിനിർത്തൽ കരാർ അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് വരുമെന്നതിനാൽ അതിനു മുമ്പ് പരമാവധി ആളുകളെ കൊന്ന് ഗസയെ പൂർണ്ണമായി വരുതിയിലാക്കാനാണ് ഇസ്രായേൽ ഒടുക്കത്തെ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ ഗിഡിയൻസ് ചാരിയറ്റ്സ് എന്ന പേരിൽ കനത്ത ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വൻ ആക്രമണം ഇസ്രായേലിൽ നടക്കുന്നത്. വ്യോമാക്രമണം തുടരുന്നതിനിടെ ഗസയിൽ കരയാക്രമണവും തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേൽ. വടക്കൻ തെക്കൻ ഗസയിലുടനീളം ഇസ്രായേൽ ഇന്നലെ നടത്തിയ നിരന്തര ബോംബാക്രമണത്തിൽ 151 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. അൽ മവാസി അഭയാർത്ഥി ക്യാമ്പിൽ മാത്രം 36 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിനൊപ്പമാണ് സയനിസ്റ്റ് സൈന്യം കരയാക്രമണവും തുടങ്ങിയിരിക്കുന്നത്. ആക്രമണത്തിൽ കഴിഞ്ഞ ആഴ്ച മാത്രം 464 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതുൾപ്പെടെ ഗസക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 53,339 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 1,21,034 പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു. എന്നാൽ മരണസംഖ്യ 61,700-ൽ കൂടുതലാണെന്നാണ് ഗവൺമെൻറ് മീഡിയ ഓഫീസ് അറിയിക്കുന്നത്. ആക്രമണം കനത്തതോടെ വടക്കൻ ഗസയിലെ എല്ലാ ആശുപത്രികളും പ്രവർത്തനരഹിതമായെന്ന് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ആക്രമണത്തിൽ പരുക്കേൽക്കുന്നവരെ രക്ഷിക്കാൻ സംവിധാനങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു പ്രദേശവും അവിടുത്തെ ജനതയും മാറിയിരിക്കുകയാണ്. പോഷകാഹാരക്കുറവും കടുത്ത പട്ടിണിയും മൂലം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് ഏത് നിമിഷവും എത്താവുന്ന മരണത്തെ കാത്തു കഴിയുന്നത്. പരുക്കുകൾ വലക്കുന്ന മനുഷ്യർ മറ്റൊരു കോണിലും ജീവനായി ലോകത്തിന് മുൻപിൽ കേഴുകയാണ്. അതേസമയം ഗസയിൽ വെടിനിർത്തലിനായി സമ്മർദ്ദം തുടരുമെന്ന് കഴിഞ്ഞ ദിവസം ബഗ്ദാദിൽ നടന്ന അറബ് ലീഗ് വാർഷിക ഉച്ചകോടി വ്യക്തമാക്കിയിരുന്നു. യുദ്ധം അവസാനിച്ചാൽ പ്രദേശത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി പ്രവർത്തിക്കുമെന്നും അറബ് ലീഗ് നേതാക്കൾ പറഞ്ഞിരുന്നു. എന്നാൽ ഈ വംശഹത്യ എപ്പോൾ അവസാനിക്കുമെന്ന് മാത്രം ആർക്കും അറിയില്ല. ഇതിനിടെ ഗസ വംശഹത്യയ്ക്ക് ഇസ്രായേലിന് സാങ്കേതിക സഹായം നൽകിയതായി മൈക്രോസോഫ്റ്റ് സമ്മതിച്ചു. ഇസ്രായേൽ കൂട്ടക്കുരുതിക്കിടെ അത്യാധുനിക AI സാങ്കേതിക വിദ്യയും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസായ അസൂറും ഇസ്രായേൽ സൈന്യത്തിന് കൈമാറിയെന്നാണ് മൈക്രോസോഫ്റ്റിൻ്റെ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. ഇതോടൊപ്പം ബന്ദികളെ കണ്ടെത്താനുള്ള ശ്രമത്തിനായി സാങ്കേതിക സഹായം നൽകിയതായും മൈക്രോസോഫ്റ്റ് വ്യക്തമാക്കി.